വാക്കസ്തേ, സവാരി ഗിരിഗിരി, നീ പോമോനെ ദിനേശ, അങ്ങനെ എത്രയെത്ര ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് ഡയലോഗുകളാണ് മലയാളികൾക്ക് മനഃപ്പാടമായിട്ടുള്ളത്. മോഹൻലാൽ അഭിനയിച്ച നിരവധി ചിത്രങ്ങളിൽ ഇതുപോലെയുള്ള സൂപ്പർ ഹിറ്റ് ഡയലോഗുകളുണ്ട്. ഈ ഡയലോഗുകളിലൂടെ തന്നെ ഇത് ഏത് സിനിമയാണെന്ന് മലയാളികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഇതുപോലെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ഡയലോഗുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നരസിംഹം എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ വാക്കസ്തേ എന്ന ഡയലോഗിന് ഒരു മാസ് പവർ ഉണ്ട്. എന്നാൽ ആ ഡയലോഗിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞത് ഒരു നീണ്ട കഥയാണ്. ഷൂട്ടിംഗ് കാണാൻ വന്ന ലാൽ ഫാൻസ് ആരോ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ലാലിനെ കൊണ്ട് വാക്കസ്തേ എന്ന് പറയിപ്പിച്ചത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലെങ്കിലും ലാൽ അത് പറഞ്ഞപ്പോൾ അതിന് പ്രത്യേകമൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ ആ ഡയലോഗ് വന്നത്. ഇന്നും മലയാളികൾ ഓർത്തുവെക്കുന്ന ഒരു ഡയലോഗായി പിൽക്കാലത്ത് മാറിയത് ചരിത്രം. അതുപോലെ നീ പോമോനെ ദിനേശ, സവാരി ഗിരിഗിരി തുടങ്ങിയ ഡയലോഗുകളെല്ലാം ഒരിക്കലെങ്കിലും നിത്യജീവിതത്തിൽ പറയാത്ത മലയാളികൾ ഉണ്ടാവില്ല. വെറും ചില വാക്കുകളെ മോഹൻലാൽ പറയുമ്പോൾ അത് മാസ് ഡയലോഗുകളായി മാറുകയായിരുന്നു. ഇതുമാത്രമല്ല, ലാലിൻ്റെ ചില ഡയലോഗുകൾ പറഞ്ഞാൽ സിനിമ ഏതാണെന്ന് ആളുകൾ പറയും വിധം ഹിറ്റായി മാറിയ ഡയലോഗുകളുമുണ്ട്. അത് ചിലപ്പോൾ മാസ് ഡയലോഗുകളാകാം, വികാരഭരിതമായ ഡയലോഗുകളോ കോമഡി ഡയലോഗുകളോ ആയിരിക്കാം. എന്നാൽ എല്ലാത്തിനും ഒരു മോഹൻലാൽ സ്റ്റൈൽ ഉണ്ടാവും. അത്തരത്തിലുള്ള ചില ഡയലോഗുകളും സിനിമകളും ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. മോഹൻലാലിന്റെ ആദ്യത്തെ ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശങ്കറും പൂർണിമ ഭാഗ്യരാജുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രതിനായകനായ വേഷത്തിലെത്തിയ മോഹൻലാൽ പൂർണിമയോട് പറയുന്ന ഡയലോഗാണ് ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ. ഈ ഡയലോഗ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇന്നും ഈ ഡയലോഗ് മലയാളികൾ ഓർത്തിരിക്കുന്നു. അടുത്തത് രാജാവിൻ്റെ മകൻ. മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ച ചിത്രമാണ് 1986 പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ. ചിത്രത്തിൽ മോഹൻലാൽ അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് പറയുന്ന ഡയലോഗാണ് മൈ ഫോൺ നമ്പർ ഈസ് 2255. ഈ ഡയലോഗും വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രവും ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നു. 20-ാം നൂറ്റാണ്ട്. കെ മധു സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. ചിത്രത്തിൽ തോളൊന്ന് ചരിച്ച് മോഹൻലാൽ നർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന ഡയലോഗ് ഒട്ടനവധി അനുകരണ വേദികളിൽ ലാൽ അപരന്മാരായി എത്തിയവർ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഡയലോഗാണ്. അടുത്തത് വന്ദനം. മാസ് ഡയലോഗുകൾ മാത്രമല്ല, ചില റൊമാൻറ്റിക് ഡയലോഗുകളും മോഹൻലാൽ തൻ്റേതായ രീതിയിൽ രസകരമാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് വന്ദനം എന്ന ചിത്രത്തിലെ എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്ന ഡയലോഗ്. ഇന്നും റിംഗ് ടൂൺ ആയിപ്പോലും പലരും ഉപയോഗിക്കുന്ന ഡയലോഗുകളിലൊന്നാണ് ഇത്. അടുത്തത് തേന്മാവിൻ കൊമ്പത്ത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും ചിത്രം വരച്ചതുപോലെ മനോഹരമാണ്. ഓരോ മലയാളിയുടെയും മനസ്സ് എന്ന ക്യാൻവാസിലാണ് KV ആനന്ദ് തന്റെ ക്യാമറ കൊണ്ട് ആ ചിത്രം വരച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ രംഗവും മറക്കാതെ മലയാളികളുടെ മനസ്സിലുണ്ട്. ഓടിക്കിതച്ചു വന്ന് മോഹൻലാൽ ശോഭനയോട് പോരുന്നു എൻ്റെ കൂടെ എന്ന് ചോദിക്കുന്ന ആ രംഗവും അതിലൊന്നാണ്. അടുത്തത് നാടോടിക്കാറ്റ്. കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ പല ചെറുപ്പക്കാരും ഇന്നും ആലോചിക്കുന്ന ചിത്രമാണ് നാടോടിക്കാറ്റ്. എന്തെങ്കിലും തക്കിട തരികിട കാണിച്ച് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുന്ന ഏതൊരു മലയാളിയും അറിയാതെയെങ്കിലും മനസ്സിൽ പറഞ്ഞു പോകും, എടാ വിജയ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞതെന്ന്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ശ്രീനിവാസന്റെ ഡയലോഗും ഹിറ്റാണ്. അടുത്തത് ചിത്രം. കോമഡിയും റൊമാൻസും മാത്രമല്ല, വളരെ വികാരഭരിതമായി പറഞ്ഞ ചില രംഗങ്ങളും ലാലിൻ്റെ ഡയലോഗ് ഡെലിവറി കൊണ്ട് മലയാളികൾ ഓർത്തു വെക്കുന്നവയാണ്. അത്തരമൊരു ഡയലോഗാണ് ചിത്രം എന്ന ചിത്രത്തിലെ എന്നെ ജീവിക്കാൻ അനുവദിച്ചൂടെ എന്ന് ചോദിക്കുന്നത്. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഡയലോഗ്. ഇന്നും ട്രോൾ ബോക്സുകളിൽ സജീവമാണ് ഈ ഡയലോഗ്. അടുത്തത് ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠനും മലയാളികൾ എക്കാലവും ഓർക്കുന്ന മോഹൻലാൽ കഥാപാത്രമാണ്. ചിത്രത്തിൽ ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന വാര്യർ എന്ന കഥാപാത്രത്തോട് നീലകണ്ഠൻ ചോദിക്കുന്ന ഡയലോഗാണ് എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തതെന്ന്. ഇത് വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഡയലോഗാണ്. അടുത്തത് ദശരഥം. അമ്മമാരെ ഇമോഷണലി ഒരുപാട് സ്വാധീനിച്ചുകൊണ്ട് അവസാനിപ്പിച്ച ചിത്രമാണ് ദശരഥം. ചിത്രത്തിൻ്റെ ഏറ്റവും അവസാനം സുകുമാരിയുടെ തോളിൽ കൈവച്ച് മോഹൻലാൽ ചോദിക്കുന്ന ഡയലോഗാണ് ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാവോ എന്ന്. അപ്പോഴുള്ള ലാലിൻ്റെ പ്രകടനമാണ് വാക്കുകൾക്ക് അതീതം. അടുത്തത് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം. ഇന്നും വഴിയറിയാതെ എവിടെയെങ്കിലും പോകുമ്പോൾ മലയാളികൾ പരസ്പരം പറയുന്ന ഡയലോഗാണ് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിൽ സാഗർ കോട്ടപ്പുറം പറഞ്ഞത് നമുക്ക് ചോദിച്ചു പോകാമെന്നത്. ഇതും ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗാണ്. അടുത്തത് അക്കരെ അക്കരെ അക്കരെ. സാധനം കയ്യിലുണ്ടോ എന്ന ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ എത്തുന്നത് അക്കരെ 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 എന്ന ചിത്രമാണ്. ഇന്നും തമാശ രൂപേണ പലരും ഈ ഡയലോഗുകൾ പറയുന്നുണ്ട്. അടുത്തത് തൂവാനത്തുമ്പികൾ.
മോഹൻലാൽ തൃശൂർ ഭാഷ സംസാരിച്ച് ആളുകളെ പിടിച്ചിരുത്തിയ ചിത്രമാണ് തൂവാനത്തുമ്പികൾ. ജയകൃഷ്ണനായി ലാൽ അഭിനയിച്ച ചിത്രത്തിൽ സുമലതയും പാർവതിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പത്മരാജന്റെ മികച്ച ചിത്രങ്ങളിലൊന്നായ തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ അശോകനോട് പറയുന്ന ഡയലോഗാണ് "നമുക്കൊരു നാരങ്ങാവെള്ളം അങ്ങ് കാച്ചിയാലോ" എന്ന്. ഈ ഡയലോഗും വളരെ സൂപ്പർ ഹിറ്റാണ്. ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്ന ഡയലോഗുകളിലൊന്നാണിത്. അടുത്തത് സ്ഫടികം. ലാലിന്റെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് സ്ഫടികം എന്ന ചിത്രത്തിലെ ആടുതോമ. റൈബൻ ഗ്ലാസിന് മലയാളികൾക്കിടയിൽ മാർക്കറ്റ് ഉണ്ടായത് ചിത്രത്തിലെ മോഹൻലാലിന്റെ ഒരു ഡയലോഗിനു ശേഷമാണ്. "ഇത് എൻ്റെ പുത്തൻ റൈബാൻ ഗ്ലാസ്, ഇത് ചവിട്ടിപ്പൊട്ടിച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും." അടുത്തത് സാഗർ എലിയാസ് ജാക്കി. മോഹൻലാലിന്റെ ഏറ്റവും മികച്ച ഒരു ഡയലോഗ് പറയാൻ ആവശ്യപ്പെട്ടാൽ കടുത്ത ഒരു മോഹൻലാൽ ആരാധകൻ ഏറ്റവും ആദ്യം പറയുന്നത് "സാഗർ എന്ന മിത്രത്തെ മാത്രമേ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല" എന്ന ഡയലോഗായിരിക്കും. ഇതും മോഹൻലാലിന്റെ വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ഡയലോഗാണ്. അടുത്തത് മണിച്ചിത്രത്താഴ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളിൽ സജീവമാണ് മണിച്ചിത്രത്താഴിലെ പല ഡയലോഗുകളും. അതിലൊന്നാണ് "ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചേക്കും, ഒരു ഭ്രാന്തനെ പോലെ" എന്ന് തുടങ്ങുന്ന ഭാഗം. ഇതും ഒരു മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ഡയലോഗുകൾ ഒന്നുതന്നെയാണ്. മോഹൻലാൽ പറഞ്ഞ് ഹിറ്റാക്കിയ ഡയലോഗുകൾ ഇനിയും ഒരുപാട് മലയാള സിനിമകളിലുണ്ട്. അതിൽ പലതും നിത്യജീവിതത്തിൽ ഒരിക്കലെങ്കിലും മലയാളികൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്നുമുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ചുരുക്കം ചില ഡയലോഗുകൾ മാത്രമാണിവ. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഡയലോഗുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ മോഹൻലാലിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തു തരിക.